നമ്മുടെ വേരും ചിറകുന്ന ഈ കുടുംബസംഗമം ഇത്രയും കുടുംബങ്ങൾ ഒന്നിച്ചു കാണുമ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് ഓർമ്മ വരും. നമ്മളെ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എന്തൊരു വിഷയങ്ങളായിരിക്കാലും നമ്മൾ പരസ്പരം അറിഞ്ഞും കേട്ടും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇതിവിടെ അമീദ്ക്കായി അവതരിപ്പിക്കുന്നുണ്ട്. അതിന് ഒരാമുഖം പറയുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. എന്നാലും നമ്മൾ ഈ കുടുക്കയങ്ങൽ ഫാമിലി ഇവിടെ ഒത്തുകൂടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. 2015 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഫെബ്രുവരി മാസത്തിൽ കുടുക്കയങ്ങൽ ഫാമിലി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യാൻ ആലോചിച്ചപ്പോൾ നമ്മളെ കുടുംബത്തിലെ ഞങ്ങളെ കുട്ടികളിലെ മൂത്ത ഏറ്റവും പ്രായം കൂടിയ ചെറിയാവ അവളെ വിളിച്ച് ആദ്യം ഞാൻ അഭിപ്രായം ചോദിച്ചു, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ എന്തായിരിക്കും നമുക്ക് അവസ്ഥ എന്ന്. അപ്പോൾ അവൾ വളരെ സപ്പോർട്ടായിട്ട് അവൾ എന്നോട് പറഞ്ഞു, ആ സിറാജിക്കായെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോളി, നമ്പറുകളൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. അങ്ങനെ അവളും ഫാസിലോളും കുറേ ആൾക്കാരൊക്കെ നമ്പറൊക്കെ സംഘടിപ്പിച്ചു തന്ന് അന്ന് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ സമയത്ത് അതിനോട് ചേർന്ന് തന്നെ പല പ്രാവശ്യം ഞങ്ങൾ ആലോചിച്ചൊരു സംഭവമാണ് ഒരു കുടുക്കയങ്ങൽ സംഗമം സംഘടിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി. അതിൻ്റെ കറക്റ്റായൊരു സമയം ഇന്നായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ അതിനുശേഷം അതിന് മുമ്പും ശേഷവും നമുക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അതിൽ ചില ആൾക്കാരെ നമ്മൾക്ക് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ അവസാനമായി നമ്മളെ ഈ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി വളരെ സജീവമായിരുന്ന് എല്ലാത്തിനും പങ്കാളിയായിരുന്ന രണ്ടാളുണ്ടായിരുന്നു, സുലൈഖയും അവക്കായും. അവക്കായൊക്കെ അന്ന് ആ കുടുംബസംഘം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത്, സിറാജെ നീ ഇറങ്ങിക്കോ, എല്ലാത്തിനും എല്ലാവരും ഉണ്ടാവും. അന്ന് എന്നോട് പറഞ്ഞത് അതുള്ളക്കായി റസാഖായും അമീദ്ക്കായും മുമ്പിലുണ്ടാവും, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ അന്നെന്തോ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, അതുള്ളക്കായ്ക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയതാ നമ്മളെ മാതാപിതാക്കൾ. ഇപ്പോൾ കുടുക്കയങ്ങൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ്. എല്ലാവരും എൻ്റെ എന്താ പറയുക, കുടുക്കയങ്ങൽ എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. പക്ഷേ കാരണം അമ്മമാരാണ് കുടുക്കയങ്ങളുള്ളതൊക്കെ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ്. ഇന്നത്തെ കുട്ടികളെ മാതിരി അമ്മമാർ കണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയോ വിളിക്കുകയും ചെയ്യുന്ന ഒരു ധൈര്യമോ ഒന്നും അന്ന് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ ഞങ്ങൾ കുടുക്കയങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ മക്കൾക്കൊക്കെ ഒരു അത്താണിയായിരുന്നു സുബൈദമ്മായി. കാരണം ഈ അമ്മമാർ ഇബ്രാഹിക്കായി എന്ന് പറഞ്ഞിട്ടാണ് മാഷാണല്ലോ. അപ്പോൾ ഇബ്രാഹിക്കായിക്ക് അതിൻ്റെ ഒരു പേടി, ഹുസൈൻകായി അബുക്കായി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വേറൊരു പേടി എന്നുള്ള രൂപത്തിൽ ഞങ്ങൾക്ക് ഒരു അത്താണിയായി നിന്നിരുന്നത് സുബൈദമ്മായി ആയിരുന്നു. ഉമ്മച്ചിക്ക് അസുഖങ്ങളൊക്കെ ബാധിച്ച സമയത്താണെങ്കിലും ശരി, സുബൈദമ്മായി ആയിരുന്നു ഞങ്ങൾക്ക് മലയിൽ ഉമ്മച്ചിക്ക് വേണ്ടിയ ജ്യൂസും വെള്ളവും എല്ലാ കാര്യങ്ങളും എത്തിച്ചു തന്നിരുന്ന സുബൈദമ്മായി. പക്ഷേ ഉമ്മച്ചിനേക്കാളൊക്കെ മുമ്പ് പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയി അമ്മായി. അന്നുണ്ടായ ഒരു ഷോക്കായിരിക്കും ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം. ഉമ്മ മരിച്ചിട്ട് പോലും എനിക്ക് അത്ര ഒരു ഇത് വരാതെ നിന്നത്, കാരണം സുബൈദമ്മായി എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ കുടുക്കയങ്ങൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാ ഇപ്പം സുബൈത്താത്ത് മുതൽച്ചിട്ട് ചെറിയ വരെയുള്ള ഞങ്ങളെ മക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ഒരു വീട് തന്നെ കുടുക്കയങ്ങലാണ്. ഞങ്ങളൊക്കെ പല മലയിലോ അല്ലെങ്കിൽ പുതിയരയിൽ അല്ലെ പിന്നെ കരുമ്പയിൽ നിന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുടുക്കയങ്ങൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു തറവാടാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോഴുള്ള കുട്ടികളൊന്നും ഇപ്പോൾ
പേര് പറഞ്ഞ എൻ്റെ പേര് പറഞ്ഞ ഒരു പക്ഷേ അവരൊക്കെ എന്നെ അറിയായിരിക്കും, പക്ഷെ എനിക്ക് എല്ലാവരെയും അറിയില്ല. കുറേ ആൾക്കാരൊക്കെ ഇന്നിവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട്. ഞാനിപ്പോൾ സുബൈത്താത്ത് മുതൽ ചെറിയാവ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഞങ്ങൾക്ക് എല്ലാവരുടെയും വീടുകളും അല്ലെങ്കിൽ ഒരുവിധ ആൾക്കാരെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ച വീടുകളും അളിയന്മാരെയും ഒക്കെ അറിയാം. പക്ഷേ ഇന്ന് ഞങ്ങളെ മക്കൾക്ക് ആർക്കും തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളെ മക്കളെ കുറവായിട്ടല്ല ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങൾ മരുമക്കളെ അല്ലെങ്കിൽ നമ്മളെ അളിയന്മാരെ എന്നുള്ളവരൊന്നും പരിചയപ്പെടുത്തി കൊടുക്കാനോ അവരെ വീട് കാണിച്ചു കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉമ്മയും ഉപ്പയും ഞങ്ങളെ ഈ പറഞ്ഞ എല്ലാ വീടുകളിലും കൊണ്ടുപോവുകയോ കാണിക്കുക പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ടായിരിക്കാം, ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ടോ അറിയില്ല, ഇന്നത്തെ കാലഘട്ടത്തിന് ഞങ്ങൾ തന്നെ ഒരു കുറ്റാണ്. അപ്പം ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഒരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങളെ മക്കളെ മറ്റുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കുടുംബസംഗമങ്ങൾ വർഷത്തിലൊരിക്കലോ എന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെങ്കിലും ഇത് ഇന്നാളാണ് എന്നുള്ള ഇത് വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ ഒരിക്കലും ഈ ഒരു സംഗമത്തിൽ ഇന്ന് പരിചയപ്പെട്ട ആ ഒരു വ്യക്തികൾ ഇനി മുന്നോട്ട് അവർ മറക്കാനോ അല്ലെങ്കിൽ ഇതാരാണ് നീ അന്ന് വന്നിരുന്നോ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വരാതെ മുന്നോട്ടുണ്ടെങ്കിലും എല്ലാവരും തന്നെ നല്ല പരിചയത്തിലും ബന്ധത്തിലും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം നമ്മളെ ഫാമിലി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ് അമീദ്ക്കായി ഏറ്റെടുത്തത്. അത് എത്രമാത്രം ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നറിയില്ല. എന്നാലും കുറഞ്ഞ ഭാഗം തന്നെയെങ്കിലും അമീദ്ക്കായി പരമാവധി നമ്മളെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് കൊണ്ട് പിന്നെ കൂടുതലായി സംസാരിച്ച് സമയം കളയുന്നില്ല. അതിന് അമീദ്ക്കായിനെ ഈ ഒരു സെഷനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ മൈ ഡിയർ ഫാമിലി, നമ്മുടെ ഏറെ നാളത്തെ സ്വപ്നമാണ്